നിങ്ങൾ ഇതുവരെയും പപ്പായ അല്ലെങ്കിൽ ഓമയ്ക്ക കൊണ്ടുള്ള ഒരു ഫ്രൈ ചില്ലി തയ്യാറാക്കിയിട്ടുണ്ടോ? ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ചില്ലി തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു ചില്ലി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഒരു ചെറിയ പപ്പായ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തൊന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചീകിയെടുക്കുക. കണ്ടില്ലേ, ഇതേ രീതിയിലാണ് ഇത് ചീകിയെടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കഴുകണം. അതായത് ഒരു 2-3 പ്രാവശ്യം ഇത് വെള്ളം ഒഴിച്ച് കഴുകി ഇതിനകത്തുള്ള കംപ്ലീറ്റ് കറയുടെ അംശങ്ങളും അതുപോലുള്ള ഇതിനകത്തെ അഴുക്കും എല്ലാം ഒന്ന് പരിപൂർണമായി മാറ്റിയതിന് ശേഷം ഇത് കൈകൊണ്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് ഈ രീതിയിൽ നമുക്കൊന്ന് എടുക്കുക. അപ്പം ഞാൻ അതിൻ്റെ വെള്ളമെല്ലാം എടുത്ത് കളഞ്ഞ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്? അപ്പോൾ അതിനുവേണ്ടി ഇതുപോലെ നമ്മൾ സ്റ്റൗവിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചീകി എടുത്ത് വെച്ചിരിക്കുന്ന പപ്പായ അതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് നമുക്കിത് കൂടുതൽ അങ്ങ് വേവിച്ചെടുക്കേണ്ട കാര്യമില്ല. ഏകദേശം ഒരു 10 മിനിറ്റ് സമയം ഇത് വേവിച്ചാൽ മതി. കാരണം കൂടുതൽ വേവിച്ചാൽ ഇത് ഉടഞ്ഞു പോകും. അപ്പോൾ ആ പപ്പായ എല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു മൂടി വെച്ച് ഇതൊന്ന് അടച്ചു വെക്കുക. അടച്ചു വെച്ച് ഏകദേശം ഒരു 10 മിനിറ്റ് സമയം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ മൂടി ഒന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നല്ലതുപോലെ എല്ലാം തിളച്ചു വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒരുപാട് നേരം നമുക്ക് തിളപ്പിക്കുകയോ അല്ലെങ്കിൽ വേവിക്കുകയോ ചെയ്യാൻ പാടില്ല. അപ്പോൾ അതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് കറക്റ്റായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് സ്റ്റൗവിൽ നിന്നൊന്ന് മാറ്റുക. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ഇത്രയും നാൾ കുടംപുളി ഫുഡ് ആൻഡ് സ്റ്റോറി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇനിയിപ്പോൾ നമ്മളിത് അറിയപ്പെടുന്നത് ബ്ലൂ നെറ്റ് കിച്ചൺ എന്ന പേരിലാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം വീണ്ടും നമ്മൾ ആ ഒരു വേവിച്ച പപ്പയെല്ലാം പിഴിഞ്ഞ് നല്ലതുപോലെ എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇനിയിപ്പോൾ നമുക്ക് ഇതിനുള്ള ഒരു ബാറ്റർ തയ്യാറാക്കുക. അതിനുവേണ്ടി ഏകദേശം ഒരു 3 സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി ഒന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് 1 മുട്ട ഒന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു പക്ഷേ നിങ്ങൾക്ക് മുട്ട ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, മുട്ട ചേർക്കണമെന്നുമില്ല. പക്ഷേ ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുത്താൽ ഇത് വളരെ നല്ലതാണ്. അതിനുശേഷം ഇതിനകത്ത് ഒരു 1/2 സ്പൂൺ ടൊമാറ്റോ സോസ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നീട് ഇതിനകത്തേക്ക് ഒരു 1/2 സ്പൂൺ ചില്ലി സോസും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ ഒരു കോൺഫ്ലവറും മുട്ടയും ആ സോസും എല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് ഒരു ഏകദേശം നല്ലൊരു ക്രീം പരുവത്തിലാകുന്നത് വരെ നമുക്ക് ഇതൊന്ന് ഇതേ രീതിയിലൊന്ന് ഇളക്കിയെടുക്കുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ അത് നല്ല ക്രീം രീതിയിലായിട്ടുണ്ട്. കൂടുതൽ വെള്ളം ഒഴിക്കുകയോ അല്ലെങ്കിൽ കുറവോ വരാൻ പാടില്ല. ആ ഒരു കറക്റ്റ് രീതിയിൽ വേണം ഇത് തയ്യാറാക്കി എടുക്കേണ്ടത്. പിന്നീട് ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. നമ്മൾ ചതച്ച കുരുമുളക് പൊടി ഒരു 3/4 സ്പൂണോളം ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു കാരണവശാലും പൊടിയായിട്ടുള്ള കുരുമുളക് ചേർക്കരുത്. ചതച്ച കുരുമുളകാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നീട് ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുത്തത് സോയാ സോസ്, ഒരു 1/4 സ്പൂൺ സോയാ സോസാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത്. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം പിന്നീടാണ് ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പപ്പായ, അതായത് ചീകി ചെയ്ത് അതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി നല്ലതുപോലെ ഒന്ന് ആ ഒരു ബാറ്ററുമായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കുക. വളരെ ഈസി ആയിട്ട് തന്നെ വളരെ സ്വാദിഷ്ടമായ രീതിയിൽ നമുക്കിത് വീട്ടിൽ തന്നെ തയ്യാറാക്കുക. ഒരുപക്ഷെ നിങ്ങൾ ചില്ലി ചിക്കൻ, അതുപോലെ തന്നെ പനീർ ചില്ലി, ബീഫ് ചില്ലി ഇതൊക്കെ തയ്യാറാക്കുകയും നിങ്ങളിതൊക്കെ കഴിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും പപ്പായ കൊണ്ട് ഇത്രയും സ്വാദിഷ്ടമായ ഒരു ചില്ലി, അതും ഡ്രൈ ചില്ലി, നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഇത് കാണുന്നത്. കണ്ടില്ലേ, ഇതെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വീണ്ടും സ്റ്റൗവിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ച് കൊടുക്കുക. അതിലേക്ക് നമുക്ക് ഏകദേശം ഒരു 1/2 കപ്പ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ആ ഒരു വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ചീകി ആ ഒരു മസാലയൊക്കെ ചേർത്ത് കുഴച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പപ്പായയുടെ ഇനി അത് നമുക്ക് ഉരുളകളായിട്ട് ഇതുപോലെ ഉരുട്ടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. എന്നും ചൊല്ലി അങ്ങ് ഡീപ്പ് ഫ്രൈ ആകരുത്. ആ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിത് ആ രീതിയിലുള്ള ഒരു ഫ്രൈ ആയിട്ട് വേണം ഇത് നമുക്ക് എടുക്കേണ്ടത്. കുട്ടികൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടുന്ന രുചികരമായിട്ടുള്ള ഒരു ചില്ലി ആണിത്. നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് വലിയ ചിലവൊന്നുമില്ലാതെ തന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഇത്രയും സ്വാദിഷ്ടമായ ഒരു ചില്ലി, അതും പപ്പായ കൊണ്ട്. ചിക്കൻ്റെയും അതുപോലെ തന്നെ
പനീറിൻ്റെയൊക്കെ രുചിയോട് തന്നെ കിടപിടിക്കുന്ന ഏറ്റവും നല്ല ഒരു ഡ്രൈ ചില്ലിയാണ് പപ്പായ കൊണ്ട് ഞാനിവിടെ നിങ്ങൾക്കായിട്ട് ഇവിടെ തയ്യാറാക്കി കാണിക്കുന്നത്. ഇന്ന് തന്നെ നിങ്ങൾ ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. ഇതിൻ്റെ ഗുണവും രുചിയും നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന പപ്പായ എല്ലാം കറക്റ്റ് ആ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു കളറാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് കോരി മാറ്റുക. ഇത് ഇപ്പോൾ 1-ാം ഘട്ടം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പിന്നീട് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി വീണ്ടും നമുക്ക് ഉപയോഗിച്ച ആ എണ്ണയിൽ നിന്നും അല്പം എടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി അതൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവോള ചെറുതായിട്ട് അരിഞ്ഞതും 1 സ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി അതിൻ്റെ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറി ഒരു നേരിയ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, അതും 1 സ്പൂൺ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കണ്ടില്ലേ, ഇപ്പോൾ ഏകദേശം ആ ഒരു പച്ചമുളകും അതുപോലെ തന്നെ സവോളയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ സ്വല്പം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നീട് ഇതിനകത്തേക്ക് 1/2 സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കൂടുതൽ ടൊമാറ്റോ സോസ് ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് അതിൻ്റെ ഒരു കണക്കനുസരിച്ചുള്ള ടൊമാറ്റോ സോസ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നത് ചില്ലി സോസാണ്. ചില്ലി സോസ് ഒരു 1/2 സ്പൂൺ മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് വീണ്ടും നമുക്ക് ഇളക്കി ആ സോസും ആ ഒരു മസാല എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് സോയാ സോസാണ്. അത് ഞാനൊരു 1/4 സ്പൂൺ സോയാ സോസ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് വീണ്ടും ഇത് നല്ലതുപോലെ ഇളക്കി ആ സോസ് എല്ലാം കണ്ടില്ലേ, കറക്റ്റായിട്ട് ആ ഒരു മസാലയൊക്കെ ആയിട്ട് നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പപ്പായയുടെ ആ ഒരു കഷ്ണങ്ങൾ, അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇനിയും ചേർത്ത് കൊടുത്ത് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം നമ്മളെ ആ ഒരു മസാലയെല്ലാം ആ ഒരു പപ്പായയുടെ മുകളിലെല്ലാം നല്ലതുപോലെ ഒന്ന് പറ്റിച്ച് എടുക്കണം. എങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് നിർത്താതെ തന്നെ ഇത് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം ഇളക്കി കൊടുത്ത് കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വിനാഗിരിയാണ്. വിനാഗിരി ഇല്ലെങ്കിൽ നമുക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ അധികം വിനാഗിരി ഒന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ചെറിയ ഒരു അടപ്പിന് 1 അടപ്പ് വിനാഗിരി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കണ്ടില്ലേ, നമ്മുടെ അതിൻ്റെ ഒരു കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് അല്പം കളർ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാൻ കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നീട് നമുക്ക് ഇത് കണ്ടില്ലേ, നമ്മൾ ചതുരത്തിൽ കട്ട് ചെയ്ത് സവോള, അതുപോലെ തന്നെ ചതുരത്തിൽ കട്ട് ചെയ്ത് ടൊമാറ്റോ, പിന്നെ ഒരു 3 പച്ചമുളകും ഇത്രയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മളുടെ ആ ഒരു പപ്പായ ഡ്രൈ ചില്ലി തയ്യാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് സാധാരണ നമ്മൾ ഇത് സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ പൊറോട്ടയുടെ കൂടെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ അപ്പം, ദോശ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു പലഹാരത്തിൻ്റെ കൂടെയും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനകത്ത് ഇനി ഒരു സ്വല്പം കോൺഫ്ലവർ കലക്കി ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് നല്ല ക്രീമായിട്ടുള്ള ഒരു ചില്ലി ആയിട്ട് നമുക്ക് കിട്ടും. പക്ഷേ ഞാനിവിടെ ക്രീം ചില്ലി അല്ല തയ്യാറാക്കുന്നത്, ഡ്രൈ ചില്ലിയാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് കോൺഫ്ലവർ കലക്കി ഒഴിക്കുന്നില്ല. ഇനിയിപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഒപ്പം ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്യുക.